പുത്രഭാഗ്യം ലഭിക്കുന്നതിന് വേണ്ടി ദശരഥൻ പുത്രകാമേഷ്ടിയാഗം നടത്തുന്നതും അഗ്നിദേവൻ പായസം ദശരഥന് നൽകുന്നതുമായിട്ടുള്ള സന്ദർഭം അതാണ് നാം പാരായണം ചെയ്ത് കേട്ടത്. ഇതുമായി സംബന്ധിച്ച ഒരു ചോദ്യമാണ് ഇന്ന് ആധ്യാത്മികാചാര്യൻ ശ്രീ A.K.B. നായർ അദ്ദേഹത്തോട് ചോദിക്കുവാനുള്ളത്. അദ്ദേഹത്തിനോട് ചോദിച്ച് തന്നെ ആ സംശയത്തെ നമുക്ക് ദൂരീകരിക്കാം, ഒപ്പം രാമായണത്തെ കൂടുതൽ അഗാധമായ തലത്തിൽ മനസ്സിലാക്കുകയും ചെയ്യാം. നമസ്കാരം സർ. പുത്രകാമേഷ്ടിയാഗം ദശരഥൻ നടത്തുന്നു, അതിൽ അഗ്നിദേവൻ പ്രത്യക്ഷപ്പെട്ട് പായസം നൽകുന്നു. ഇപ്പോൾ അദ്ദേഹത്തിന് ദശരഥന് അപ്പോൾ 3 പത്നിമാരാണ് ഉള്ളത്, കൗസല്യയും കൈകേയിയും സുമിത്രയും. പക്ഷേ ഈ പായസത്തെ അദ്ദേഹം 2ആയിട്ടേ പങ്കുവയ്ക്കുന്നുള്ളൂ. പങ്കുവച്ചിട്ട് ഒരു പങ്ക് കൗസല്യയ്ക്ക് നൽകുന്നു, മറ്റേ പങ്ക് കൈകേയിക്ക് നൽകുന്നു. എന്നാൽ സുമിത്രയ്ക്കൊട്ട് നൽകുന്നുമില്ല. ഇത് കണ്ടിട്ട് പിന്നീട് കൈകേയിയാണ് തൻ്റെ പങ്കിൽ നിന്ന് ഒരു ഭാഗം സുമിത്രയ്ക്ക് നൽകുന്നത്. അത് കണ്ട് വീണ്ടും കൈകേയിയും അതുപോലെ ചെയ്യുന്നു. അപ്പോൾ ഇതൊരു ന്യായമായ പ്രവൃത്തിയാണ്. 3 പത്നിമാരുണ്ടായിരിക്കുകയും അതിൽ 2 പേർക്ക് മാത്രം പുത്രലാഭത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രസാദം നൽകുകയും ചെയ്യുന്നത് ദശരഥൻ്റെ ഭാഗത്തു നിന്നൊരു ന്യായമുള്ള പ്രവൃത്തിയായിട്ട് അതെങ്ങനെയാണ് അങ്ങ് വിശദീകരിക്കുന്നതിന്? പുത്രകാമേഷ്ടി യാഗം നടത്തേണ്ട ഒരു ഘട്ടം വന്നു. 3 വിവാഹം കഴിച്ചിട്ടും പുത്രന്മാരില്ലാത്ത ദുഃഖം മാത്രമല്ല, ഒരു രാജാവിനെ സംബന്ധിച്ച് വളരെ വിഷമുണ്ടാക്കുന്ന കാര്യമാണ് അടുത്ത അനന്തരാവകാശി അതിൽ കൂടി ഉണ്ടാവണമല്ലോ. അപ്പം അതുകൊണ്ട് അശ്വമേധ യാഗം നടത്തി പിന്നീടാണ് പുത്രകാമേഷ്ടി യാഗം നടത്തുന്നത്. വസിഷ്ഠ മഹർഷിയുടെ ഉപദേശപ്രകാരമാണ് അത് ചെയ്തത്. ഋഷ്യശൃംഖനാണ് അതിൻ്റെ കാർമ്മികത്വം വഹിച്ചത്. അപ്പോൾ ഈ സമയത്ത് അഗ്നിദേവൻ വന്ന് കയ്യിലുള്ള ആ പായസം, ആ പാത്രവുമായിട്ട്, സ്വർണ്ണ പാത്രമാണ്, അതിൽ പായസവുമായിട്ട് നേരെ വന്ന് അനുഗ്രഹിച്ചുകൊണ്ട് ദശരഥ മഹാരാജാവ് നൽകുക. അദ്ദേഹം അത് സ്വീകരിച്ചു. സ്വീകരിച്ച ശേഷം അത് 2ആയി പകുത്തു. ഒന്ന് കൗസല്യക്ക് ഒരു ഭാഗം കൗസല്യക്ക് കൊടുത്തു, മറുഭാഗം കൈകേയിക്ക് കൊടുത്തു. ഇത് വാസ്തവത്തിൽ വളരെ നമ്മൾ ശ്രദ്ധിക്കപ്പെടുമ്പോൾ അതിലൊരു ന്യായമുണ്ടോ ദശരഥ മഹാരാജാവ്? ആ ചോദ്യം വളരെ പ്രസക്തമാണ്. പക്ഷേ ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത് ആ സമയത്ത് ദശരഥ മഹാരാജാവിൻ്റെ മനസ്സിൽ എന്തായിരിക്കും ചിന്തിച്ചിട്ടുണ്ടാവുക എന്നുള്ളതാണ്. കാരണം കൗസല്യാദേവിയാണ് ആദ്യം വിവാഹം കഴിച്ചത്. പിന്നെ അദ്ദേഹത്തിന് ഏറ്റവും പ്രിയപ്പെട്ട പത്നി കൈകേയിയുമാണ്. സുമിത്ര പൊതുവെ ഇത്തരം കാര്യങ്ങളിലൊന്നും വലിയ പ്രാധാന്യം കൊടുക്കാത്ത ഒരു പ്രകൃതാണ്, പണ്ഡിതയാണ്, ഒരുപാട് അറിവുള്ള ഒരു സ്ത്രീയും കൂടിയാണ്. അപ്പോൾ എന്തും സഹിക്കാനും അതനുസരിച്ച് കാര്യങ്ങൾ നീക്കാനും കഴിവുള്ള ഒരു പണ്ഡിതയായിരുന്നു സുമിത്ര എന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ 2 കുട്ടികൾ ഉണ്ടാകണം എന്ന് തൻ്റെ മനസ്സിൽ നേരത്തെ ഉണ്ടായൊരു ആഗ്രഹം, അത് ഈ 2 പത്നിമാരിലൂടെ വരട്ടെ എന്ന് അദ്ദേഹം വിചാരിച്ചിരിക്കാം. പക്ഷേ ഇവിടെ ഒരു വളരെ കാര്യം ശ്രദ്ധിക്കാനുള്ളത് കൗസല്യ എങ്ങനെ തൻ്റെ ഭർത്താവിൻ്റെ ആ ന്യൂനത പരിഹരിക്കുന്നു എന്നുള്ളതാണ്. ഒരു കുടുംബത്തിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ പരസ്പരം അവർ ചെയ്യുന്ന ആ പ്രവൃത്തികളെ എവിടെയെങ്കിലും കുറവുണ്ടെങ്കിൽ അത് അവരെ അറിയാതെ തന്നെ നികത്തുക എന്നൊരു സമ്പ്രദായം, അത് നമ്മുടെ ഭാരതീയ രീതിയിലുള്ള ഗൃഹസ്ഥാശ്രമത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ്. അതിലാരെയും കുറ്റപ്പെടുത്താതെ ആ കടമ എവിടെയാണോ കുറവ് അത് പരിഹരിക്കുക. അത് രാജാവിനാണെങ്കിലും തെറ്റ് സംഭവിക്കാം. ഒപ്പം നിന്ന് പത്നി കൗസല്യ അത് അദ്ദേഹത്തോട് പോലും ഒരു നീരസം പ്രകടിപ്പിക്കാതെ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തരത്തിൽ അത് ചെയ്ത് ശരിയായില്ല എന്ന് പോലും പറയാതെ തൻ്റെ കയ്യിൽ കിട്ടിയ ആ പകുതി പായസത്തെ 2ആയി പകുത്ത് അത് സുമിത്രയ്ക്ക് കൊടുത്തു. ഇത് കണ്ട് ഉടനെ തന്നെ കൈകേയി അതേപോലെ അനുകരിക്കുകയാണ് ചെയ്തത്. അവിടെയും കൈകേയിയെ നമ്മൾ വളരെ ശ്ലാഘിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം എന്താണോ ആ കൗസല്യ ചെയ്ത് അതിൻ്റെ അർത്ഥം അവർക്ക് ഉടനെ മനസ്സിലാക്കാൻ സാധിച്ചു. അങ്ങനെ പകുതി പായസവും കൊടുത്തു. അപ്പോൾ വാസ്തവത്തിൽ ഇവിടെ സുമിത്രയാണ് ഏറ്റവും അധികം ഗുണം ലഭ്യമായത്. കാരണം 2 കുട്ടികളുടെ അമ്മയാവാൻ പറ്റി. അപ്പോൾ ഇത് ഒരു കാര്യം കാലികമായി നമ്മൾ ചിന്തിക്കുമ്പോൾ രാമായണമൊക്കെ ഇപ്പോൾ കാലിക പ്രസക്തിയും കൂടി വേണമല്ലോ അതിന്. സമൂഹത്തിൽ എങ്ങനെയാണ് കാണേണ്ടത്? ഭാര്യാഭർത്താക്കന്മാരെപ്പോഴും അവരുടെ പ്രവൃത്തികൾ പരസ്പര പൂരകങ്ങളായിരിക്കണം. അതിൽ ഭർത്താവിന് വല്ല വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ അത് വിമർശിക്കാതെയും കുറ്റപ്പെടുത്താതെയും ഭാര്യ അത് നികത്തി കൊടുക്കണം. അതുപോലെ ഭാര്യയുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ന്യൂനതകളുണ്ടെങ്കിൽ അതറിഞ്ഞ് അവരെ വിഷമിപ്പിക്കാതെ അത് പരിഹരിച്ചു കൊടുക്കുക എന്ന വലിയൊരു സന്ദേശമാണ് എനിക്ക് തോന്നുന്നു ഈ പ്രവൃത്തിയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. തീർച്ചയായിട്ടും രാമായണത്തിൽ നമ്മൾ അങ്ങനെ ഒരു തത്വം തന്നെയാണ് മനസ്സിലാക്കിയെടുക്കേണ്ടതും. കാരണം ഈ കാലഘട്ടത്തിൽ രാമായണം എത്രത്തോളം പ്രസക്തമാകുന്നു എന്നുള്ളതിന് വലിയൊരു ഉദാഹരണമാണ് ഇപ്പോൾ പറഞ്ഞത്. കാരണം നാം ചിന്തിക്കുമ്പോൾ, രാമായണത്തെ വായിക്കുമ്പോൾ, മനസ്സിലാക്കുമ്പോഴൊക്കെ ഇത്തരത്തിൽ ചില തത്വങ്ങൾ കൂടി അതിനുള്ളിൽ ഉൾക്കൊണ്ടിരിക്കണമെന്നും അത്തരത്തിലൊരു കൊടുക്കൽ വാങ്ങലുകൾ അല്ലെങ്കിൽ പരസ്പര പൂരകങ്ങളാകുന്ന ബന്ധങ്ങൾ അതിന് എല്ലാ കാലത്തും വേണ്ടതാണ് എന്നും രാമായണം നമ്മെ പഠിപ്പിക്കട്ടെ എന്ന് തന്നെ ആഗ്രഹിക്കാം. തീർച്ചയായിട്ടും അതില്ലാതെ വരുമ്പോഴാണ് ആ ഗൃഹസ്ഥാശ്രമ ജീവിതത്തിൽ വിള്ളലുകൾ ഉണ്ടാവുന്നതും പരസ്പരം യോജിപ്പില്ലാതെ വരുമ്പോൾ അത് കുട്ടികളെ ബാധിക്കുന്നതും. അങ്ങനെ ഇപ്പോൾ പലതും നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. പക്ഷേ രാമായണം വായിച്ചു പോകുന്നേ ഉള്ളൂ നമ്മൾ. അതിൻ്റെ ഉള്ളിലെ ആന്തരിക അർത്ഥത്തിലേക്ക് നമ്മൾ പോകുന്നില്ല.
അത് ഇത്തരത്തിലുള്ള ചർച്ചകളിലൂടെ വേണം അത് പുറത്തേക്ക് വരാനായിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു സന്ദർഭം ഇത് നമുക്ക് വളരെ ഉപകാരപ്രദമായി എന്ന് എനിക്ക് തോന്നുന്നു. ശ്രോതാക്കൾക്കും കാണികൾക്കും ഇതൊക്കെ ഒരു ഉപകാരപ്രദമാകുന്നൊരു കാര്യം തന്നെയാണ്. അത് ഭാര്യാഭർത്താക്കന്മാരുടെ ആ പരസ്പര ഐക്യം, അവർ തമ്മിലുള്ള അവരുടെ ഏത് പ്രവൃത്തിയും പരസ്പര പൂരകങ്ങളായിരിക്കണം എന്ന ആ അടിസ്ഥാന തത്വം അതാണ് ഇവിടെ കാണിച്ചത്. പിന്നെ കൗസല്യ കാണിച്ചത് വളരെ നല്ലൊരു കാര്യമാണ്. കാരണം താൻ അവിടെ കാണിക്കുന്നത് ഏറ്റവും ശരിയായ രീതിയാണെന്ന് ഉറച്ച ബോധ്യമുണ്ട് അവർക്ക്. അതുകൊണ്ട് ആ പകുതി കൊടുക്കണം. അതിനു മുമ്പേ കൈകേയി നീ കൊടുക്കൂ പകുതി ഞാനും കൊടുക്കുക എന്നുള്ളൊരു സംസാരം പോലും നടന്നില്ല. അതുപോലെ തന്നെ കൈകേയി നോക്കൂ എത്ര നന്നായിട്ടാണ് അനുകരിച്ചത്. അവർക്കതിൽ ഒരു ഇതുണ്ടല്ല, എന്തിനാ കൊടുക്കണം, നമുക്ക് പകുതി കിട്ടിയതല്ലേ, അത് നമുക്കത് കഴിക്കാമല്ലോ. അതുണ്ടായില്ല. ഉടനെ ആ ഒരു മാതൃക കൗസല്യ കാണിച്ചപ്പോൾ ആ മാതൃക അനുകരിച്ചു. അതുകൊണ്ട് 4 കുട്ടികളുണ്ടാവാനുള്ളൊരു യോഗം. അങ്ങ് പറഞ്ഞത് വളരെ ശരിയാണ്. കാരണം കൗസല്യയ്ക്ക് വേണമെങ്കിൽ കൈകേയിയോട് ആജ്ഞാപിക്കാമായിരുന്നു, അതിനുള്ള അവകാശമുണ്ട്, തൻ്റെ പങ്കിൽ നിന്നൊന്ന് കൊടുക്കുമെന്ന്. പകരം അങ്ങനെ അല്ലാതെ ആജ്ഞാപിക്കാൻ പോകാതെ സ്വന്തം പ്രവൃത്തിയിലൂടെ മറ്റൊരാൾക്ക് മാർഗ്ഗദീപമാവുകയാണ് കൗസല്യ ചെയ്തത്. അതൊരു വലിയ നന്മ. ആ അമ്മയുടെ നന്മ ആണ് എപ്പോഴും പറയാറുണ്ടല്ലോ, അമ്മയുടെ നന്മയാണ് കുട്ടികളിലേക്ക് പകർന്നു കിട്ടുന്നതെന്ന്. ഈശ്വരനായി ഇരിക്കുമ്പോഴും ഈ അമ്മയെ തന്നെ തിരഞ്ഞെടുക്കുവാനും ഒരു കാരണം അതാകണം. പക്ഷേ വീണ്ടും ഞാൻ ദശരഥനിലേക്കൊരു കാര്യം ചോദിക്കുകയാണ്. അപ്പോൾ ദശരഥൻ ഇവിടെ ഒരു ന്യായമല്ല പ്രവർത്തിച്ചത് എന്നൊരു വാദം പലർക്കും ഉണ്ടാകുമ്പോൾ, ഇത്രയേറെ ഒരു ഈശ്വരന് പിതാവാകുവാനുള്ള അവസരം ലഭിച്ചു ദശരഥന്, ഇത്രയേറെ സൗഭാഗ്യമുണ്ടായിരുന്നിട്ടും എന്തുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ മറ്റൊരു ആൾക്കും അനുഭവിക്കാൻ അല്ലെങ്കിൽ മറ്റൊരാൾക്കും വരരുതേ എന്ന് ചിന്തിച്ചു പോകുന്ന തരത്തിലുള്ള ദൗർഭാഗ്യങ്ങളും ദുഃഖങ്ങളും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വരാൻ കാരണം? അത് എന്തുകൊണ്ടായിരിക്കും ദശരഥൻ അങ്ങനെ ഒരു ജീവിതാവസ്ഥയിലേക്ക് കടന്നു പോകേണ്ടി വന്നത്? നമ്മുടെ ഭാരതീയ ദർശനപ്രകാരം നമ്മൾ അനുഭവിക്കുന്നതൊക്കെ കർമ്മഫലം ആയിട്ടാണ് പറയുന്നത്. നമുക്കിതിനു മുമ്പ് എത്രയോ ജന്മങ്ങളുണ്ടായിട്ടുണ്ട്, ഇനിയും എത്രയോ ജന്മങ്ങൾ നമ്മളെ കാത്തിരിക്കുന്നു. ഓരോ ജന്മത്തിലും നമ്മൾ ചെയ്തതായ കർമ്മം അത് നല്ലതാവാം ചീത്തയാകാം, അത് നിർബന്ധമായി നമ്മൾ അനുഭവിച്ചേ മതിയാവൂ എന്നാണ് കർമ്മഫല സിദ്ധാന്തം പറയുന്നത്. അതാണ് നമ്മളെ ദാർശനികന്മാർ അതിന് ഊന്നൽ നൽകുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഓരോ ജീവിതവും നമ്മൾ പൂർണ്ണതയിലേക്ക് എത്താനുള്ള സന്ദർഭങ്ങളാണ്. മരണം വെറും ഒരു മാറ്റം മാത്രമാണ്, പിന്നെ തുടർന്നു പോകുന്നു. അവസാനം ആത്യന്തികമായ ബ്രഹ്മത്തിൽ ലയിക്കുക എന്നുള്ളതാണ് നമ്മുടെ മോക്ഷം എന്ന് പറയുന്നത്. മറ്റു മതങ്ങളിൽ നിന്ന് വളരെ വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാടാണ് അതിനുള്ളത്. അപ്പോൾ അതുകൊണ്ട് പൂർവ്വജന്മത്തിൽ നമ്മൾ ചെയ്തതായ അതിൻ്റെ ഫലം മുഴുവനും ആ ജന്മത്തിൽ തന്നെ തീർന്നോളന്നില്ല, അത് അടുത്ത ജന്മത്തിലേക്ക് വരുന്നു. അപ്പോൾ ഇവിടെ ദശരഥനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം മുൻജന്മത്തിൽ കശ്യപ പ്രജാപതിയായിട്ടാണ് പറയുന്നത്, കൗസല്യ അതിഥിയായിട്ടാണ് പറയുന്നത്. അവർ എന്തൊക്കെയാണ് കർമ്മങ്ങൾ ചെയ്തത്, നല്ലതോ ചീത്തയോ നമുക്ക് പറയാൻ പറ്റില്ല. അതൊന്നും ഗഹനകർമ്മണാഗതി ഗീതയിൽ തന്നെ ഭഗവാൻ പറയണു, ഒരാളുടെ കർമ്മവും അതിൻ്റെ ഗതിയും സഞ്ചാരവും ആർക്കും പറയാൻ പറ്റില്ല അർജുന, അത് നമ്മുടെ ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തതാണ്, അതിനപ്പുറത്തുള്ളതാണ് എന്ന് പറയും. അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിൽ ചിന്തിക്കുമ്പോഴാണ് അവിടെ ദശരഥർ മുമ്പുള്ള ജന്മത്തിൽ ചെയ്ത എന്തോ ചില പാപങ്ങളുടെ ഒരു കാരണമായിരിക്കാം ഈ ഇങ്ങനൊരു അവസ്ഥ വരാനും, അതുപോലെ തന്നെ അദ്ദേഹത്തിന് പുത്രദുഃഖം ഉണ്ടാവാനൊരു മുനികുമാരൻ്റെ, അത് പിന്നെ ഇതിൽ തന്നെ പറയുന്നുണ്ട്. ഈ ശാപത്തിൻ്റെ ഒരു കഥ മാറ്റി നിർത്തിയിട്ട് ഒരു സംശയം ചോദിച്ചോട്ടെ. ദശരഥന് ഒരു ദൗർബല്യം ഉണ്ടായിരുന്നു, കൈകേയി എന്നൊരു ദൗർബല്യം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണോ, ആ ഒരു ദൗർബല്യമാണോ പലപ്പോഴും പല മനുഷ്യരുടെയും വിജയത്തിലേക്കുള്ള വഴിക്ക് തടസ്സമാകുന്ന അവരുടെ ദൗർബല്യങ്ങളാണ്. ആ ദൗർബല്യങ്ങളെ മറികടക്കാനായാൽ എല്ലാവരും വിജയത്തിലേക്ക് എത്തും എന്നാണ് പറയുന്നത്. അത്തരത്തിലൊരു ദൗർബല്യം ഒരു പക്ഷേ ഈ ദുഃഖത്തിന് കാരണമായിട്ടുണ്ടാകും. കൈകേയിയോട് അദ്ദേഹം കാണിച്ചതൊരു ദൗർബല്യം എന്ന് പറയാൻ പറ്റില്ല. കാരണം അദ്ദേഹം 3 പത്നിമാരെ സ്വീകരിച്ചു. കാരണം കുട്ടികൾ അദ്ദേഹത്തിന് ഇല്ലാത്തതുകൊണ്ട്. ആദ്യം കൗസല്യായിരുന്നു, പിന്നീട് കൈകേയി, പക്ഷേ അവസാനമാണ് കൈകേയി എന്നുള്ള അഭിപ്രായമുണ്ട്, സുമിത്ര കഴിഞ്ഞിട്ടാണെന്നുള്ളത്. പക്ഷേ ഇവർ 3 പേരും അദ്ദേഹത്തിൻ്റെ പത്നിമാരാണ്. എങ്കിലും കൈകേയി ദശരഥനോട് കൂടുതൽ അടുപ്പം കാണിച്ചിരുന്നു. അദ്ദേഹം ദേവാസുര യുദ്ധത്തിന് പോകുന്ന സമയത്ത് രഥത്തിലുണ്ടായിരുന്നു കൈകേയി. ആ സന്ദർഭത്തിൽ അദ്ദേഹത്തിനൊരു പ്രത്യേക അപകടകരമായ ഒരു അവസ്ഥ വന്നപ്പോൾ അദ്ദേഹത്തിന് ജീവൻ രക്ഷിച്ച ആ സംഭവങ്ങൾ നമുക്ക് അറിയുന്ന കാര്യമാണ്. തൻ്റെ സ്വന്തം ജീവൻ പണയം വെച്ചുകൊണ്ട് ആ രഥചക്രത്തിൻ്റെ ഇതുണ്ടല്ലോ, ആ ഭാഗം തടുത്തു നിർത്തി ആ യുദ്ധത്തിൽ അങ്ങനെ വിജയിച്ചു. അത് കണ്ടതോടുകൂടി ദശരഥന് പിന്നെ ഒന്നുമില്ല, എൻ്റെ ജീവൻ മുഴുവനും നിനക്ക് തന്നാലും മതിയാവില്ല എന്നൊരഭിപ്രായം പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ തന്നെ ജീവൻ പോലും നൽകി സംരക്ഷിക്കാൻ താല്പര്യമുള്ള ഒരു സ്ത്രീയെ അദ്ദേഹം പത്നിയായ നിലയിൽ കൂടുതൽ സ്നേഹിച്ചു പോകുന്നതിൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്.